13ാമത് ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ CP രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജാർഖണ്ഡ് മുക്തി മോർച്ച എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇനി ചമ്പൈ സോറൻ. ഭൂമി കുംഭകോണ കേസിലെ അറസ്റ്റിന് മുൻപാണ് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി പദം രാജിവെച്ചത്. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത്, ജാർഖണ്ഡിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി സോറൻ അധികാരമേറ്റിരിക്കുന്നു. വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയതായിരുന്നു ഹേമന്ത് സോറന്റെ അറസ്റ്റ്, ഭൂമി കുംഭകോണ കേസുമായി ബന്ധപ്പെട്ടുള്ള ED അറസ്റ്റ്. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെ നമുക്ക് എങ്ങനെ നോക്കിക്കാണാം സോറൻ വീണ്ടും അധികാരത്തിലേക്ക് എത്തുമ്പോൾ? ജാർഖണ്ഡിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നതാണ് ഹേമന്ത് സോറൻ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. നമുക്കറിയാം, അഴിമതി കേസിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന കേസിലാണ് ഹേമന്ത് സോറനെ ED കഴിഞ്ഞ ജനുവരി 31 അറസ്റ്റ് ചെയ്യുന്നത്. ഏതാണ്ട് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് ED ജനുവരി 31 ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും പകരം ചമ്പൈ സോറനെ, ആദിവാസി നേതാവായ JMMന്റെ ആദിവാസി നേതാവായ ചമ്പൈ സോറന് മുഖ്യമന്ത്രി പദം കൈമാറുകയും ചെയ്തിരുന്നു. ശേഷം ദീർഘനാൾ നീണ്ടുനിന്ന കോടതിയിലെ ഏറ്റുമുട്ടലുകൾക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത്. നമുക്കറിയാം, ജാർഖണ്ഡ് ഏത് വിധേനയും പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ BJP നടത്തുന്ന രാഷ്ട്രീയ നാടകങ്ങളാണ് തന്നെ ജയിലിലേക്ക് കൊണ്ടുപോയതെന്നും അറസ്റ്റ് ചെയ്തതെന്നും ED അറസ്റ്റ് ചെയ്തെന്നും JMM നേതാവ് ഹേമന്ത് സോറൻ പലതവണ ആവർത്തിച്ചിരുന്നു. ആ വാദങ്ങൾ നിലനിൽക്കെയാണ് അദ്ദേഹത്തെ ED അറസ്റ്റ് ചെയ്യുന്നത്. ഖനന ഭൂമി കൈവശപ്പെടുത്തി, ക്രമരഹിതമായി ആദിവാസി ഭൂമി കൈവശപ്പെടുത്തി, ഇതിനെല്ലാം ചേർത്ത് കള്ളപ്പണം വെളുപ്പിച്ചു തുടങ്ങിയ 3ഓളം കേസുകളാണ് അദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്തിരുന്നത്. ഇതിലൊന്നും തെളിവില്ല എന്നാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കണ്ടെത്തിയത്. ഇതേ തുടർന്നാണ് കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തെ ജാമ്യം നൽകി പുറത്തുവിടുന്നത്. ഉടൻ തന്നെ അദ്ദേഹം തിരിച്ച് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുകയാണ് ചെയ്തത്. കാരണം ജാർഖണ്ഡിൽ വരുന്ന ഒക്ടോബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ജാർഖണ്ഡിലെ 81 നിയമസഭാ മണ്ഡലങ്ങളിൽ നിലവിൽ 47 സീറ്റുകളിൽ ഇന്ത്യ സഖ്യം, JMMും RJDയും കോൺഗ്രസും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യവും, ഏതാണ്ട് 30ഓളം സീറ്റുകളിൽ BJPയുമാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും ജാർഖണ്ഡിൽ അധികാരം പിടിക്കാൻ BJPക്ക് കഴിയുമെന്നുള്ള സാഹചര്യം നിലനിൽക്കുകയാണ് വീണ്ടും അതിശക്തനായ നേതാവ് എന്ന നിലയിൽ ഹേമന്ത് സോറൻ, JMMന്റെ ഏറ്റവും തലമുതിർന്ന നേതാവ് ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി പദത്തിലേക്ക് തിരിച്ചെത്തുന്നത്. ആതിര, ശരി, ജാർഖണ്ഡിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ അധികാരമേറ്റിരിക്കുന്നു. ഭൂമി കുംഭകോണ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് തൊട്ടുമുമ്പായിരുന്നു ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി പദം രാജിവെച്ചത്. തുടർന്ന് ചമ്പൈ സോറൻ മുഖ്യമന്ത്രിയായി. ഇന്നലെയായിരുന്നു ചമ്പൈ സോറൻ മുഖ്യമന്ത്രി പദം രാജിവെച്ചത്. കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 5 മാസത്തിനു ശേഷം ജൂൺ 28 ഹേമന്ത് സോറന് ജാർഖണ്ഡ് ഹൈക്കോടതി ജാമ്യം നൽകുകയായിരുന്നു. ഗവർണർ CP രാധാകൃഷ്ണനാണ് ഹേമന്ത് സോറന് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. ഒപ്പം ജാർഖണ്ഡ് മുക്തി മോർച്ച എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇനി ചമ്പൈ സോറൻ എത്തുകയാണ്. വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ശ്രീജിത്ത് ബാലകൃഷ്ണനായിരുന്നു ഉണ്ടായിരുന്നത്.